കേവലം ഒരു നാൾ കൊണ്ട് കൈവന്നതല്ല, അനവധി ജീവത്യാഗങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും അനന്തര ഫലമാണത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഇരുണ്ട കാലദേശാഭിമാനികൾ നടത്തിയ പോരാട്ടങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്നു. ഇന്നിതാ അവരുടെ വീരകഥകളുടെ ചെറിയൊരു വിവരണം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അഭിമാനവും സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും ഓർമ്മപ്പെടുത്തുന്ന ചരിത്രത്തിൻ്റെ ചില കണികകൾ നമ്മെ എന്നും പ്രചോദിപ്പിക്കാൻ ഇവിടെ തുറന്നുവിടുന്നു. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ റൗലറ്റ് നിയമത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ ബ്രിട്ടീഷ് സേനാംഗങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനെ തുടർന്ന് വളരെ സമാധാനപരമായ സമരത്തിനായി ജാലിയൻവാലാബാഗ് എന്ന മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. അവിടേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനാംഗങ്ങൾ പാഞ്ഞെടുക്കുകയും വെടിയുതിർക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ 300ഓളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഈ സംഭവം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ഓരോ ഇന്ത്യക്കാരന്റെ ജീവിതത്തിലും ക്രൂരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഉപ്പ് പോലൊരു അടിസ്ഥാന ആവശ്യത്തിനും അവർ നികുതി ഈടാക്കി. പാവപ്പെട്ടവർക്കും സ്വന്തം നാട്ടിലെ കടൽ ജലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കാൻ പോലും വിലക്കുണ്ടായിരുന്നു. ഉപ്പ് നിയമം തെറ്റിക്കുന്നവരെ ക്രൂരമായി ശിക്ഷിക്കുകയും തടവിലാക്കുകയും ചെയ്തു. ഈ അനീതിക്കെതിരെ മഹാത്മാഗാന്ധിജി ഒരു മഹത്തായ തീരുമാനമെടുത്തു. സബർമതി ആശ്രമത്തിൽ നിന്നും 240 മൈൽ നടന്ന് ദണ്ഡിയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തോടൊപ്പം 78 അനുയായികളും അണിനിരന്നു. യാത്ര ആരംഭിച്ചു. വഴിയിലുടനീളം ഗ്രാമങ്ങളും പട്ടണങ്ങളും ഗാന്ധിജിയെ വരവേറ്റു. ഉപ്പ് നമ്മുടെ അവകാശം, ജനങ്ങളുടെ മുദ്രാവാക്യം മുഴങ്ങി. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ചേർന്ന് അഹിംസയുടെ തീ പടർത്തി. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന കാൽനടയാത്രയ്ക്കൊടുവിൽ ഗാന്ധിജിയും അനുയായികളും 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്തെത്തി. ഗാന്ധിജി ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് മുഷ്ടിയിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് കൈവിടില്ല. ഈ ശക്തമായ നിലപാട് സ്വാതന്ത്ര്യം എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മെ നയിച്ചു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നിന്നൊരു വിളി മുഴങ്ങി, ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടു പോകുക. മഹാത്മാഗാന്ധിയുടെ അജയ്യമായ ശബ്ദം ജനങ്ങളുടെ ഹൃദയം ചൂടാക്കി.